എന്താ ചേട്ടാ താമസിച്ചതോ? ഡോക്ടർ പോണം, നേഴ്സുമാര് പോണം, പിന്നെ നിന്റെ ഈ കൂട്ടുകാര് മുഴുവൻ ഉറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് കുന്തമായിട്ട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് വേണ്ടി കുറെ കാലമായടാ ഞാൻ ഈ ത്യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന മുഴുവനും ചേട്ടൻ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെന്തോന്ന് ത്യാഗം? വീട്ടിൽ നിന്ന് അയച്ചു തന്ന കാശെല്ലാം തീർന്നു. ലക്ഷറി ആയിട്ട് പ്രാന്താശുപത്രി കഴിയണമെങ്കിൽ കാശ് വേണം. കാശില്ലാഞ്ഞിട്ടാണോ ചേട്ടന് ഭ്രാന്തില്ലാഞ്ഞേ? എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി. അതാരാ? എന്നാ മോനെ കൃഷ്ണ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ, ആ അവസ്ഥ ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഞാൻ പറഞ്ഞുതരാം. കൊരങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ഏട്ടാ, മങ്കി, ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ചേട്ടാ, ഒന്ന് മുറുക്കണമല്ലോ. നീ ആകെ കഴിഞ്ഞെടുക്കല്ലേ, ഞാൻ മുറുക്കി തരാം. ഗുഡ് നൈറ്റ്. അല്ല, നിക്ക് ബാക്കി കാശ്. എന്താ? ഉറക്കം വന്നതാ. ഓ, ഇങ്ങനെയാണോ ദൈവമേ ഉറക്കം വരുന്നത്?